ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഗോൾഡൻ വാൻചോ കേക്ക് റെഡിയാക്കുന്നത് നോക്കാം. നമ്മളൊരു 1 kg വെയിറ്റ് വരുന്നൊരു ഗോൾഡൻ വാൻചോ കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ നോർമൽ വാൻചോ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് ഡിഫറൻസ് വരുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു കേക്കിന് നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്പോഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. വാനില സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ചും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാനില സ്പോഞ്ച് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് മൈദയ്ക്ക് ആണ് ഈ ഒരു സ്പഞ്ച് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ബൗളിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ക്ലീനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ഈ ഒരു ഫോമിൽ ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു ഫോമിലായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കുക. ഇതുപോലെ ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിൽക്ക് എടുക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അതല്ല നമ്മളിത് സ്റ്റൗ ടോപ്പിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ എടുത്ത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ചും ഈ ഒരു സെയിം മെത്തേഡ് തന്നെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ച് എടുത്തതിന് ശേഷം നമുക്കിത് ബൗളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വാനില സ്പോഞ്ച് റെഡിയാക്കിയത് പോലെ തന്നെ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വീണ്ടും നമ്മൾ 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്നിടം വരെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിലാവുന്നിടം വരെ നന്നായിട്ട് ഈ ഒരു എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലോറ് ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 തവണയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് സ്പോഞ്ചിന് നമുക്ക് അത്യാവശ്യം ചൂടുള്ള പാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നന്നായിട്ട് ഒത്തിരി ഇളക്കാതെ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ഫ്ലോറും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പോഞ്ചിന് നമ്മൾ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം.
അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിലാണെങ്കിൽ നമ്മളിതൊരു അരമണിക്കൂർ വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഈ ഒരു കേക്കിന് ടോട്ടൽ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് വാനില സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സ്പോഞ്ച് നമുക്ക് വെച്ച് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഫസ്റ്റ് ഏത് സ്പോഞ്ച് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒരു ലെയർ ഒന്ന് ആക്കി കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗോൾഡൻ വാൻജോയുടെ സ്പെഷ്യൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കാരമൽ സോസാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ റെഡിയാക്കുന്ന അതേ ബട്ടർ സ്കോച്ച് സോസ് തന്നെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്തപ്പോൾ നല്ല ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് സോസ് നമ്മളെങ്ങനെ റെഡിയാക്കാമെന്ന് നമ്മൾ ആ ഒരു കേക്ക് ചെയ്തപ്പോൾ നല്ല ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ചിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. വൈറ്റ് സ്പോഞ്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത അതേ സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സും ചോക്ലേറ്റ്സൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ബ്ലാക്ക് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു, സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ്സ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ വൈറ്റ് സ്പോഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ കേക്ക് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കെല്ലാം നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കേക്ക് ഇവിടെ ഫൈനൽ ഐസിങ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഐസിങ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ഫൈനലായിട്ട് ഐസിങ് ചെയ്ത് കേക്കിന് നമ്മൾ ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡ്സിൽ ജസ്റ്റ് ഒരു 6 ആക്കിൻ്റെ ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുകളിലൊഴിക്കാനുള്ള ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ആഡ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്ത കേക്കിലേക്ക് നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗനാഷും അത്യാവശ്യം ചൂടാറിയിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഗനാഷ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ച് താഴത്തേക്ക് പോവും. അപ്പോൾ നമ്മൾ ഗനാഷും അത്യാവശ്യം ഒരു 50% ചൂടാറിയും നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷ് എല്ലാ ഭാഗത്തു നിന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഇതുപോലെ കാരമൽ സോസ് ഈ പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ വെറുതെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാം നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച ഉടനെ തന്നെ വേണം നമ്മൾ ഈ കാരമൽ സോസും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ കാരമൽ സോസും അത്യാവശ്യം ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. കാരമൽ സോസ് ഒത്തിരി കട്ടയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതൊന്ന് മെൽറ്റായി കിട്ടും. നമുക്കിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷമാണ് ഇതിനകത്ത് പേരെഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ്സിൻ്റെ ഡെക്കറേഷൻസ്
നമുക്ക് കേക്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ഡെക്കറേഷൻസ് എല്ലാം നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 1 kg ഗോൾഡൻ വാഞ്ചോ കേക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 900 റുപ്പീസാണ് ഈ ഒരു കേക്കിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും വെറൈറ്റീസ് ഉള്ള കേക്കിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നത് വരേക്കും. ബൈ, ടേക്ക് കെയർ.